നമസ്കാരം. പ്രധാന വാർത്തകൾ. CSR ഫണ്ട് തട്ടിപ്പ് കേസ് ആരോപണ വിധേയനായ നജീബ് കാന്തപുരം MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് DYFI മാർച്ച്. പദ്ധതികളുമായി ബന്ധപ്പെട്ട കണക്കുകൾ MLA പുറത്തുവിടണമെന്ന് ഡോക്ടർ പി സരീൻ. മാർച്ചിനിടെ MLAയുടെ വസതിയിലെ ചുവരിൽ കരി ഓയിലൊഴിച്ചു. നജീബ് കാന്തപുരം MLAയ്ക്ക് പിന്തുണയുമായി UDF നേതാക്കൾ. MLAയെ ഒറ്റപ്പെടുത്താനും വേട്ടയാടാനും അനുവദിക്കില്ല. വസതിയിൽ കരി ഓയിലൊഴിച്ച സംഭവത്തിൽ UDF നേതാക്കൾ പ്രതിഷേധിച്ചു. അവിഹിതമായി ഒന്നും MLA നേടിയിട്ടില്ലെന്ന് നേതാക്കൾ. സംസ്ഥാന ബജറ്റ്. ഷൊർണൂർ മണ്ഡലത്തിന് 67 കോടി രൂപയുടെ പദ്ധതികൾ. കാളിക്കടവ് പാലം നിർമ്മിക്കുന്നതിന് 25 കോടി. നെല്ലായിൽ മിനി സിവിൽ സ്റ്റേഷനും. ഒറ്റപ്പാലം മണ്ഡലത്തിന് 11 കോടിയുടെ പദ്ധതികൾ. മുനിസിപ്പൽ ടൗൺ നവീകരണത്തിന് 2 കോടി. ബജറ്റിൽ പട്ടാമ്പി മണ്ഡലത്തിൽ 20 പദ്ധതികൾക്ക് അംഗീകാരം. 8 പദ്ധതികൾക്ക് 11 കോടി അനുവദിച്ചു. ഉടൻകാവ് ടൗൺ നവീകരണത്തിന് 1 കോടി. മണ്ണാർക്കാട് മണ്ഡലത്തിൽ കണ്ണംകുണ്ട് പാലത്തിന് 3 കോടി. കാട്ടുപന്നി ശല്യം. കോട്ടപ്പാടം പഞ്ചായത്തിൽ 38 പന്നികളെ വെടിവെച്ചു കൊന്നു. തിരുവിഴാംകുന്ന് ഫാം വളപ്പിലും വേട്ട നടത്തുമെന്ന് പഞ്ചായത്ത്. വിശദമായ വാർത്തകൾ നോക്കാം. CSR ഫണ്ട് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI നജീബ് കാന്തപുരം MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ബാരിക്കേഡുകൾ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചു. വൻ പോലീസ് സന്നാഹം MLAയുടെ ഓഫീസിന് മുമ്പിൽ നിലയുറപ്പിച്ചിരുന്നു. ഡോക്ടർ പി സരീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CSR ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട കണക്കുകൾ നജീബ് കാന്തപുരം MLA പുറത്തുവിടണമെന്ന് ഡോക്ടർ സരീൻ ആവശ്യപ്പെട്ടു. MLA നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിലേക്ക് ചെറുകാട് കോർണറിൽ നിന്നാണ് DYFIയുടെ നേതൃത്വത്തിൽ മാർച്ച് ആരംഭിച്ചത്. നിരവധി DYFI പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. MLAയുടെ വസതിക്ക് മുന്നിലെ റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. ഡോക്ടർ പി സരീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ NGO ഫെഡറേഷനൊപ്പം ചേർന്ന് നജീബ് കാന്തപുരം MLA CRS ഫണ്ട് തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്ന് ഡോക്ടർ പി സരീൻ ആരോപിച്ചു. അനന്തു കൃഷ്ണൻ കേരളത്തിലെ കള്ളനാണെങ്കിൽ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിലെ കള്ളനാണെന്നും ഡോക്ടർ സരീൻ അധിക്ഷേപിച്ചു. നജീബ് കാന്തപുരം എന്ന് പറയുന്ന MLA അതിസമർത്ഥമായി ഒരു കാര്യം തീരുമാനിച്ചു. കേരളം മുഴുവൻ അനന്തു കൃഷ്ണൻ തട്ടിപ്പ് നടത്തിക്കോട്ടെ. കേരളം മുഴുവൻ അനന്തു കൃഷ്ണൻ കാട്ടുകള്ളനായി കൊള്ള നടത്തിക്കോട്ടെ. പെരിന്തൽമണ്ണയിൽ ഒരു കൊള്ളക്കാരൻ മതി, ഒരു കാട്ടുകള്ളൻ മതി, ഒരു തട്ടിപ്പിടീരൻ മതി എന്ന് അനന്തു വന്ന് ഈ ബിസിനസ് പ്രപ്പോസൽ, ഞാൻ ഈ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുക, ഈ ബിസിനസ് പ്രപ്പോസൽ വെച്ചപ്പോ തന്നെ നജീബ് കാന്തപുരം MLAയ്ക്ക് മണത്തറിയാൻ സാധിച്ചു. നജീബിന് മാത്രമായിരുന്നു ആ ഘ്രാണശക്തി. ഘ്രാണശക്തി ഏത് മൃഗത്തിനാണെന്ന് ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല, നാട്ടുകാരത് വിളിച്ചോളും ആ പേര്, അത് വഴിയേ. അപ്പൊ നജീബിന് മണത്തറിഞ്ഞത് എങ്ങനെയാ? കാരണം സമാനമായ തട്ടിപ്പ് നജീബ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് പെരിന്തൽമണ്ണക്കാരുടെ മുന്നിൽ തട്ടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. പകുതി വില പദ്ധതി വിവാദമായ സാഹചര്യത്തിൽ MLA കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും പുറത്തുവിടണമെന്നും ഡോക്ടർ സരീൻ ആവശ്യപ്പെട്ടു. മകന് ലാപ്ടോപ്പിന് വേണ്ടി പണം മടച്ച പുലാമന്തോൾ സ്വദേശി M മുഹമ്മദ് അലിയും യോഗത്തിൽ സംസാരിച്ചു. ഇതിന്റെ ചുവട് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ MLA ഓഫീസ്. നമ്മൾ പണം കൊടുത്തത് MLA ഓഫീസിലാണ്, അല്ലാതെ വല്ല പച്ചക്കറി കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ വല്ല സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടല്ല നമ്മൾ പണം കൊടുത്തത്. 21,000 രൂപ MLA ഓഫീസിൽ MLA സ്റ്റാഫ് വാങ്ങി അതിന്റെ റെസീറ്റാണ് തിരിച്ചു
എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനെതിരെ നിയമ നടപടിക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അതിന്റെ പരാതി രാവിലെ MLA ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞത് തുക അടച്ച തീയതി മുതൽ 4 മാസത്തിനകം നിങ്ങൾക്ക് ലാപ്ടോപ്പ്, എന്റെ മകൻ +2 വിദ്യാർത്ഥിയാണ്, സയൻസ് വിദ്യാർത്ഥിയാണ്, ലാപ്ടോപ്പ് പഠനത്തിന് ആവശ്യവുമാണ്. ആ രീതിയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA ഓഫീസാണ്. നമ്മൾ ഏതോ പുറത്തു പോയിട്ട് ഒരു കച്ചവട സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ പോയി ഒരു രേഖയുമില്ലാതെ കൊടുത്ത തുകയുടെ രസീതി അല്ല നമ്മളിവിടെ വിളിച്ചത് കൊണ്ടുവരുന്നത്. നമ്മളിവിടെ MLA ഓഫീസിൽ കൊണ്ടുപോയി MLA ജീവനക്കാർ ഇതിന് ഉറപ്പ് തന്നിട്ട് ആ രീതിയിലുള്ള ഒരു തുകയാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് എന്റെ കയ്യിലുള്ളത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് M ഷാഹിദ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി E രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം K ശ്യാംപ്രസാദ്, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ്, E ഷിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇതേസമയം MLAയുടെ ഓഫീസ് വളപ്പിൽ കടന്നതിനും ഓഫീസിന്റെയും MLAയുടെയും വസതിയുടെയും ചുമരിലേക്ക് കരിയോയിൽ ഒഴിച്ചതിനും 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിവൈഎഫ്ഐയുടെ മാർച്ചിനിടെ നജീബ് കാന്തപുരം MLAയുടെ വസതിയിലെ ചുവരിൽ കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കി. സംഭവത്തിൽ UDF നേതാക്കൾ പ്രതിഷേധിച്ചു. MLAയുടെ ഓഫീസിന് നേരെ അതിക്രമമുണ്ടായത് പ്രതിഷേധാർഹമാണെന്നും MLAയെ ഒറ്റപ്പെടുത്താനും വേട്ടയാടാനും അനുവദിക്കില്ലെന്നും UDF നേതാക്കൾ പറഞ്ഞു. വിമൺ ഓൺ വീൽ പദ്ധതി വിവാദവുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരം MLAയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നതിനിടെയാണ് ഒരു പ്രവർത്തകൻ കരിയോയിലുമായി MLAയുടെ ഓഫീസിലേക്ക് ഓടി വന്നത്. പോലീസ് തടഞ്ഞതോടെ MLAയുടെ ഓഫീസ് വസതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ചുമരിലേക്ക് കരിയോയിൽ ഒഴിച്ചു. ഇത് തടയാൻ ശ്രമിച്ച പോലീസുകാരന്റെ ദേഹത്തും കരിയോയിൽ വീണു. സംഭവത്തിൽ പ്രതിഷേധവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. NGOയുമായി സഹകരിച്ച് പൊതുജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനാണ് MLA ശ്രമിച്ചതെന്നും MLA അവിഹിതമായി ഒന്നും നേടിയിട്ടില്ലെന്നും മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി S അബ്ദുൽ സലാം പറഞ്ഞു. MLAയുടെ ഓഫീസിന് നേരെ അതിക്രമം കാണിച്ചവരെ നിയമപരമായി നേരിടുമെന്നും MLAയ്ക്ക് എല്ലാ സംരക്ഷണം നൽകുമെന്നും S അബ്ദുൽ സലാം പറഞ്ഞു. MLA ഈ കാര്യത്തിൽ അവിഹിതമായി യാതൊരു സംഖ്യയും കൈപ്പറ്റിയിട്ടില്ല. MLA ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് സ്വന്തം മണ്ഡലത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു NGOയുമായി സഹകരിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു NGOയുടെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ് MLA ചെയ്തിട്ടുള്ളത്. അത് ഒരു പൊതുപ്രവർത്തകൻ്റെ കടമ മാത്രമാണ്. അതിലപ്പുറം MLA ഇതിൽ അവിഹിതമായി എന്തെങ്കിലും നേടുകയോ ആരെങ്കിലും ബോധപൂർവം കബളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരിക്കലും ഒരു രാഷ്ട്രീയ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല. അതിൽ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളുണ്ട്, ഇവിടുത്തെ ഉന്നതരായ പലരും അതിനകത്തുണ്ട്. അവരാരും ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കളോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചായ്വുകളിലോ ആളുകളോ അല്ല. അതുകൊണ്ട് മുദ്രയുടെ പേരും പറഞ്ഞ് ബഹുമാന്യനായ MLAക്കെതിരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സമരം അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടി മാത്രമുള്ള ഒരു അടവ് മാത്രമാണ്. ഇതിനെതിരെ ശക്തമായിട്ട് UDF പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി MLAയെ സംരക്ഷിക്കും. MLAക്ക് വേണ്ടുന്ന എല്ലാവിധ സംരക്ഷണങ്ങളും ഒരുക്കുന്നതിനും UDF പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി KPCC സെക്രട്ടറി V ബാബുരാജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ എന്നിവർ MLAയുടെ ഓഫീസ് സന്ദർശിച്ചു. MLAയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയത് പ്രതിഷേധാർഹമാണെന്നും മണ്ഡലത്തിൽ MLAയുടെ സ്വീകാര്യത കണ്ട് വിരളി പൂണ്ടവരാണ് ഇതിന് പിന്നിലെന്നും V ബാബുരാജ് പറഞ്ഞു. ഇത്തരം സമരങ്ങൾ തികച്ചും അപലപനീയമാണ്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ഒരു സാഹചര്യം പെരിന്തൽമണ്ണയിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇത് എന്തിൻ്റെ പേരിലാണെങ്കിൽ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനും MLAക്ക് പരിപൂർണ പിന്തുണ നൽകാൻ ഈ നാട്ടിലെ ജനങ്ങളും UDFും ഒക്കെ ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല. നമുക്കറിയാം ഈ MLAക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ കൊണ്ട് പെരിന്തൽമണ്ണയിലുണ്ടായ സ്വീകാര്യത, ജനങ്ങൾക്ക് ഇടയിലുണ്ടായ ആ ജനകീയമായ ഒരു MLAയുടെ അടിത്തറ, അതിൽ വിരളി പൂണ്ട CPMും LDFുമാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നത്. തികച്ചും ഇത് ഉദ്ഘാടനം ചെയ്ത സരീനോടും നിങ്ങളുടെ ഈ DYFIക്കാരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ MLAയുടെ ഓഫീസിലേക്ക് കരിയോലുമായിട്ടല്ല വരേണ്ടിയിരുന്നത്. നിങ്ങൾ മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് പെട്രോൾ എടുത്തുകൊണ്ടാണ് സമരം നടത്തേണ്ടത്. കാരണം ഈ തട്ടിപ്പിൻ നടത്തിയ അവൻ്റെ NGOയുടെ ഭാരവാഹികളായ അനന്തുവിനെയും അനന്തകുമാറിനെയും ഒക്കെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഗവൺമെൻറ്റിന് പരിപൂർണ്ണ പിന്തുണ നൽകിയത് ഈ പറഞ്ഞ ശിവൻകുട്ടിയാണ്.
വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടാണ് നിങ്ങൾ ഈ സമരം നടത്തേണ്ടത്. MLA അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായി ജനങ്ങളോടും അതുപോലെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സമരങ്ങൾ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളാണെങ്കിൽ അതിനൊക്കെ ഞങ്ങളൊക്കെ അംഗീകരിക്കും. അല്ലാത്ത രീതിയിലുള്ള സമരം നടത്താൻ പെരിന്തൽമണ്ണയിലല്ല കേരളത്തിലൊന്നും ഒരു ഇടതുപക്ഷത്തിനും സാധിക്കില്ല. അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കാനും പ്രതികരിക്കാനും ഒക്കെയുള്ള ശക്തിയും കഴിവും ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കുമുണ്ട്. CPM കരുതിക്കൂട്ടി ആക്രമണത്തിന് കോപ്പുകൂട്ടുകയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പ്രതികരിച്ചു. CSR ഫണ്ട് വിവാദത്തിൽ MLA വ്യക്തമായി ഖേദം പ്രകടിപ്പിച്ചതാണ്. MLA ഒറ്റപ്പെടുത്താനും വേട്ടയാടാനും അനുവദിക്കില്ലെന്നും AK മുസ്തഫ പറഞ്ഞു. ഇതൊരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥക്കനുസരിച്ച് ആരൊക്കെയോ രക്ഷപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ വ്യഗ്രതയോടുകൂടി കാട്ടിക്കുന്ന കോപ്രായങ്ങളാണ്. ഇതൊന്നും പെരിന്തൽമണ്ണയിൽ UDFന്റെ മുമ്പിൽ ചിലവാകുന്നു നിങ്ങൾ ആരും കരുതണ്ട. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പെരിന്തൽമണ്ണയുടെ ചരിത്രം നന്നായിട്ട് അറിയാലോ. നമുക്ക് വേണ്ടത് എന്താ? ഇവിടെ നിഷ്കളങ്കരായ ആളുകൾ നിക്ഷേപ തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഇരകളായിട്ടുണ്ട്. ആ ഇരകളിൽ ഒരാളാണ് ഞാൻ എന്ന് നിർവ്യാജ ഖേദ പ്രകടനത്തോടു കൂടി ഒരു MLA മനസ്സ് തുറന്ന് പറയുമ്പോൾ അതിൽ സത്യസന്ധതയുണ്ടോ, അതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നതിന് പകരം ഇത് വളരെ പെട്ടെന്ന് വേറൊരു തലത്തിലേക്ക് തിരിച്ചുവിടാൻ ഇപ്പോൾ MLA വസിക്കുന്ന വീട്ടിലേക്ക് ചെന്ന് അവിടെ കരിയോലൊഴിക്കുക, അവിടെ അക്രമം നടത്തി അഴിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുക, അത് തടയുന്ന പോലീസുകാരനെ കയ്യേറ്റം ചെയ്യാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലിൽ കരിയോയിൽ വീഴുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. ഇതിങ്ങനെ അഴിഞ്ഞാറാടുള്ളൊരു സ്ഥലമാണ് പെരിന്തൽമണ്ണ എന്നുള്ളതൊന്നും ആരും കരുതണ്ട. ഇതെന്താണ് എന്നുള്ളത് അവധാനതയോടുകൂടി നോക്കിക്കാണണം. ഇരകൾക്കൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം MLA നജീബ് കാന്തപുരത്തിനോടൊപ്പമാണ് UDF. അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും. ഈ വിഷയം വെച്ചിട്ട് അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്താനും അദ്ദേഹത്തിനെ വേട്ടയാടി ഈ വിഷയത്തിന് വേറൊരു മാനം നൽകാനാണ് പരിപാടിയെങ്കിൽ അതിന് UDFനെ കിട്ടില്ല. UDF ശക്തമായ രീതിയിൽ തന്നെ രംഗത്ത് വരും എന്നുള്ളതാണ് പറയാനുള്ളത്. CSR ഫണ്ടിന്റെ മറവിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റ് ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി DYFI കടമ്പഴിപ്പുറം ICD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. തട്ടിപ്പിനിരയായ സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കണമെന്നും തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ അനന്തകൃഷ്ണനും കോൺഗ്രസ് നേതാവായ ലാലി വിൽസന്റെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം തുടങ്ങിയവരുടെ ബന്ധങ്ങളും അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നും DYFI കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മേഖലാ സെക്രട്ടറി സൂരജ് S മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വി ഗോപൻ, വിഷ്ണു VV, ജാഫർ K, സന്ദീപ് TS തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നമ്മൾ അനന്തകൃഷ്ണ നടത്തിയതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ICDC, സോഫ്റ്റ്കോ, ആവിഷ്കാർ തുടങ്ങിയ ഏജൻസികൾ മുഖാന്തരം പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളും ലാപ്ടോപ്പും എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലേക്കുള്ളൊരു തട്ടിപ്പ് കേരള നടത്തിയിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും വലിയ തോതിലുള്ള പരാതികളാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് വന്നിട്ടുള്ളത്. നിരവധി പേർക്കാണ് കടമ്പഴിപ്പുറത്തും തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന ബജറ്റിൽ ഷൊർണൂർ മണ്ഡലത്തിന് 67 കോടി രൂപയുടെ പദ്ധതികൾ. കാളിക്കടവ് പാലം നിർമ്മിക്കുന്നതിന് 25 കോടിയും നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കൽ, ചളവറ ടൗൺ നവീകരണം എന്നിവയ്ക്ക് 1 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. തൃക്കിടിരി മാങ്ങോട് റോഡ് നവീകരണം, ചെർപ്പശ്ശേരി EMS റോഡ് നവീകരണം, നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കൽ, ചളവറ ടൗൺ നവീകരണം, വെള്ളിനേഴി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മാണം, ചെർപ്പശ്ശേരി പന്നിയംകുറിച്ചി തൂതാർ റോഡ് നവീകരണം 2ാം ഘട്ടം എന്നീ പദ്ധതികൾക്ക് 1 കോടി രൂപ വീതവും, ഷൊർണൂർ നഗരസഭ ഓഫീസ് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയും, അനങ്ങനടി മൃഗാശുപത്രി, വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് 50 ലക്ഷം രൂപ വീതവും, വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ പർളശ്ശേരിക്കുളം, അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ പനമണ്ണ ചെറുകുളം, പണിക്കരുകുളം എന്നീ കുളങ്ങൾ നവീകരിക്കുന്നതിന് 2 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ചെർപ്പശ്ശേരി കാർമണ്ണ സ്വദേശികളുടെയും മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് സ്വദേശികളുടെയും ചിരകാല സ്വപ്നമായ കാളിക്കടവ് പാലം നിർമ്മിക്കുന്നതിന് 25 കോടി രൂപയും, നിയോജകമണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപയും, കൈലിയാട് എലിയപ്പറ്റ റോഡ് നവീകരിക്കുന്നതിന് 15 കോടി രൂപയും, വെള്ളിനേഴി കുളക്കാട് പകരാവൂർ കല്ലുവഴി റോഡ് നവീകരണത്തിന് 3 കോടി രൂപയും, വാണിയംകുളം മൃഗാശുപത്രി ആധുനികവൽക്കരിക്കുന്നതിന് 3 കോടി രൂപയും നീക്കിവച്ചു. തൃക്കടിരി തരുവക്കോണം ചളവറ റോഡ് നവീകരണ പ്രവൃത്തികൾക്കായി 2 കോടി രൂപയും, ഷൊർണൂർ VHS സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയും, അനങ്ങനടി വെള്ളാരമ്പാറ പത്താംകുളം തോട് നവീകരിച്ച് സംരക്ഷിക്കുന്നതിന് 1 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയതായി P. മമ്മിക്കുട്ടി MLA അറിയിച്ചു.
2025-2026 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന് 11 കോടി രൂപയുടെ പദ്ധതികൾ. ഒറ്റപ്പാലം മുനിസിപ്പൽ ടൗൺ നവീകരണത്തിന് 2 കോടി അനുവദിച്ചു. കടമ്പൂർ മാണിക്യംപാറ റോഡ് നിർമ്മാണം, പുലാപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം, പുലാപ്പറ്റ ഉമ്മനഴി ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണം, പേരൂർ FHCക്ക് പുതിയ കെട്ടിട നിർമ്മാണം, തണ്ണീർപന്തൽ തുമ്പക്കണി റോഡ്, കിഴക്കുംപുറം പോത്തുമുങ്ങിപ്പാറ റോഡ്, മുന്നൂർക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം എന്നിവയ്ക്കായി 1 കോടി രൂപ വീതം ബജറ്റിൽ അനുവദിച്ചു. കൂടാതെ ശ്രീകൃഷ്ണപുരം ചന്തപുര ടൗൺ നവീകരണത്തിനായി 1 കോടി 50 ലക്ഷം രൂപയും, തിരുണ്ടിക്കുന്ന് നഗറിൽ പുതിയ പാലവും റോഡ് നിർമ്മിക്കുന്നതിന് 75 ലക്ഷം രൂപയും, ഒറ്റപ്പാലം മുനിസിപ്പൽ ടൗൺ നവീകരണത്തിന് 2 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചതായി കെ പ്രേംകുമാർ MLA അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പട്ടാമ്പി മണ്ഡലത്തിൽ 20 പദ്ധതികൾക്ക് അംഗീകാരം. ഇതിൽ 8 പദ്ധതികൾക്ക് 20% ഫണ്ട് ഉൾപ്പെടുത്തി 11 കോടി അനുവദിച്ചു. മുളയൻകാവ് ടൗൺ നവീകരണത്തിന് 1 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. പട്ടാമ്പി ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി 1 കോടി, മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ സൈഡ് പ്രൊട്ടക്ഷനും ഡ്രെയിനേജ് നിർമ്മാണവും 3 കോടി, വിവിധ പഞ്ചായത്തുകളിലെ ഗ്രാമീണ റോഡുകളുടെ നവീകരണം 2 കോടി, രായനെല്ലൂർ തീർത്ഥാടന കേന്ദ്രത്തിന് നവീകരണം 1 കോടി, മുളയൻകാവ് ടൗൺ നവീകരണം 1 കോടി, രാമഗിരിക്കോട്ട ടൂറിസം പദ്ധതി 1 കോടി, മാനസമിത്ര പദ്ധതി 1 കോടി, മണ്ഡലത്തിൽ റീഡിംഗ് കോർണറുകൾ 1 കോടി എന്നിവയാണ് 20% തുക അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ. ഇതോടൊപ്പം സമർപ്പിച്ച 12 പദ്ധതികൾക്കും ടോക്കൺ ലഭിച്ചു. കൊപ്പൻ ടൗൺ സമഗ്ര നവീകരണം, തോണിക്കടവ് തടയണ നിർമ്മാണം, പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് BCയും ഡ്രെയിനേജ് നിർമ്മാണവും, വിളയൂർ പഞ്ചായത്തിലെ ഗ്രൗണ്ട് നിർമ്മാണം, കുലുക്കല്ലൂർ എരവത്ര വല്ലപ്പുഴ റോഡ് BMBC, പട്ടാമ്പി മുതുതല പഞ്ചായത്തിലെ ഗ്രൗണ്ട് നിർമ്മാണം, പട്ടാമ്പി ബൈപ്പാസ് നിർമ്മാണവും ഫ്ലൈ ഓവർ നിർമ്മാണവും, ചെങ്ങണാകുന്ന് റെഗുലേറ്റർ ടൂറിസം പദ്ധതി, മൂതിക്കയം ജലസേചന പദ്ധതി, ആനക്കൽ ഇക്കോ ടൂറിസം, പട്ടാമ്പി നീള കൾച്ചറൽ സെൻറ്റർ, മലപ്പുഴ ടൗൺ നവീകരണം എന്നിവയ്ക്കാണ് ടോക്കൺ ലഭിച്ചത്. കഴിഞ്ഞ ഏതാനും മാസമായി മണ്ഡലത്തെ ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ആക്കാനും മാനസമിത്ര പദ്ധതിയിലൂടെ കുട്ടികളിലെ മാനസികാരോഗ്യം ഉയർത്താനും നടത്തിയ പരിശ്രമങ്ങൾക്ക് നിയമസഭയുടെ അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പട്ടാമ്പിയിൽ ആദ്യമായി ബൈപ്പാസ് ഫ്ലൈ ഓവർ അടക്കം ബജറ്റിൽ പരാമർശിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ മണ്ണാർക്കാട് അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിന് ഇത്തവണയും തുക വകയിരുത്തി. നേരത്തെ അനുവദിച്ച 10 കോടിക്ക് പുറമെ പാലം നിർമ്മാണത്തിന് അധികമായി വേണ്ടിവരുന്ന സംഖ്യയിലേക്കാണ് 3 കോടി വകയിരുത്തിയതെന്ന് N. ഷംസുദ്ദീൻ MLA അറിയിച്ചു. കോട്ടപ്പാടം പഞ്ചായത്തിലെ പാറപ്പുറം കച്ചേരിപ്പറമ്പ് ഗ്രാമീണ റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് 2 കോടി രൂപയും അനുവദിച്ചു. കൂടാതെ തിരുവിഴാംകുന്ന് കോളേജ് ഓഫ് ഏവിയൻ സയൻസിൽ സ്റ്റുഡൻസ് ഹോസ്റ്റൽ നിർമ്മാണം, ആലുങ്ങൽ കൊമ്പങ്കല്ല് റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തി, അകളി ജല്ലിപ്പാറ റോഡ് നിർമ്മാണം, ഷോളയൂർ പഞ്ചായത്തിലെ മേലെ സാമ്പാർക്കോട് പാലം നിർമ്മാണം, വെള്ളിയാർ പുഴയ്ക്ക് കുറുകെ പാതിരാമണ്ണ ശിവക്ഷേത്രത്തിന് സമീപം തടയണ നിർമ്മാണം, മണ്ണാർക്കാട് കോടതി കെട്ടിട സമുച്ചയം, കണ്ടമംഗലം കുന്തിപ്പാടം ഇരട്ടവാരി റോഡ് നിർമ്മാണം, നായാടിക്കുന്ന് മിനി സ്റ്റേഡിയം, ചങ്ങലേരി CH മെമ്മോറിയൽ സ്റ്റേഡിയം, അട്ടപ്പാടിയിൽ പുതിയ ഫയർ സ്റ്റേഷൻ നിർമ്മാണം, തത്തേങ്കലം കല്ലംപൊട്ടിത്തോടിന് കുറുകെ പാലം നിർമ്മാണം, മണ്ണാർക്കാട് നഗരസഭയിൽ നെല്ലിപ്പുഴയുടെ വലതുകരയിലും തെങ്കര പഞ്ചായത്തിലെ മെഴുകുപാറ സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികളും ബജറ്റിൽ ഇടം നേടി. ഈ പ്രവൃത്തികൾക്ക് ഫണ്ട് അനുവദിച്ച് ഭരണാനുമതി നൽകേണ്ടത് അതാത് വകുപ്പുകളാണ്. പരമാവധി പ്രവൃത്തികൾക്ക് ഭരണാനുമതി ലഭ്യമാക്കുവാൻ പരിശ്രമങ്ങൾ നടത്തുമെന്നും N. ഷംസുദ്ദീൻ MLA അറിയിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 8.5 കിലോയോളം കഞ്ചാവ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ദാദറിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ ജനറൽ കോച്ചിൽ നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ട്രെയിൻ മാർഗമുള്ള കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും SI അനിൽ മാത്യു പറഞ്ഞു. 7/2/2025 വൈകിട്ട് ഷൊർണൂർ എത്തിച്ചേർന്ന വൈകിട്ട് 5 മണിക്ക് എത്തിച്ചേർന്ന ദാദർ തിരുനെൽവേലി വണ്ടിയിൽ നിന്ന് ഏകദേശം ഒരു 8.5 കിലോ കഞ്ചാവ് ഇന്നത്തെ ദിവസം കണ്ടെടുക്കാൻ പറ്റി. മുന്നിലുള്ള ജനറൽ കോച്ചിലാണ് ഇത് സൂക്ഷിച്ചൊരു ബാഗിലാണ് ഉണ്ടായിരുന്നത്. ഇത് ഇത്രയെങ്കിലും ഒരു 8.5 കിലോ ഒരു മാസത്തിൽ നമ്മളൊരു 10-30 കിലോളം നമ്മൾ പിടിച്ചെടുക്കണം. ഈ പിടിച്ചെടുക്കുന്ന കഞ്ചാവ് ഇത്രയെങ്കിലും സമൂഹത്തിൽ എത്താതെ തടയുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. കഴിഞ്ഞ മാസങ്ങളിലായി 50 കിലോയിലധികം കഞ്ചാവാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത്. പ്രണയിനി മറ്റൊരാളോട് മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്തതിന്റെ പേരിൽ യുവതിയുടെ മൊബൈൽ ഫോൺ പൊട്ടിക്കുകയും പരസ്യമായി മർദ്ദിക്കുകയും ചെയ്തെന്ന പരാതിയിൽ യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുളമ്പിൽ പ്രിൻസാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 4-നാണ് സംഭവം.
പരാതിക്കാരിയുമായി പ്രിൻസ് 2 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ വെച്ചാണ് മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത്. പിന്നീട് യുവതിയെ കൊടികുത്തിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൈകൊണ്ടും വടികൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചതായാണ് പരാതി. സംഭവത്തിൽ 17,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായും മാനഹാനി ഉണ്ടായതായും പരിക്കേറ്റതായുമാണ് പരാതി. യുവതിയുടെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് കോട്ടോപ്പാടം പഞ്ചായത്തിലെ മേക്കളപ്പാറ ആര്യമ്പാവ് വാർഡുകളിലായി 2 ദിവസം നടത്തിയ വേട്ടയിൽ 38 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. തിരുവിഴാക്കുന്ന് ഫാം വളപ്പിലും വേട്ട നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് പന്നികളെ കൊല്ലാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉത്തരവ് നൽകിയത്. അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ നടത്തിയ വേട്ടയിൽ കഴിഞ്ഞ ദിവസം മേക്കളപ്പാറ വാർഡിൽ നിന്ന് മാത്രം 14 എണ്ണത്തിനെ കൊന്നു. തുടർന്നുള്ള ദിവസം ആര്യമ്പാവിലും മേക്കളപ്പാറയിലും നടത്തിയ വേട്ടയിൽ 24 എണ്ണത്തിനെയും കൊന്നു. സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡപ്രകാരം കാട്ടുപന്നികളുടെ ജഡങ്ങൾ സംസ്കരിച്ചു. തിരുവിഴാക്കുന്ന് ഫാമിൽ മാത്രമായി അടുത്ത ദിവസം വേട്ട നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വ്യാപകമായ വന്യജീവി ശല്യം ഉള്ള ഒരു പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, വിളവുകൾ നശിപ്പിക്കുന്നത് കാട്ടുപന്നികളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ 14 പന്നികളെ ഷൂട്ട് ചെയ്യുകയുണ്ടായി. അതിനെ നിയമാനുസൃതം മറവുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും 26ഓളം പന്നികളെ വേട്ടയാടാൻ കഴിഞ്ഞു. അത് നിയമപ്രകാരം തന്നെ അതിനെ മറവ് ചെയ്യും മറ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുകയാണ്. ഇനിയും വിവിധ വാർഡുകളിലായി ഒട്ടേറെ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വേട്ടയാടുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപ്രകാരമുള്ള നടപടികൾ തുടരുന്നതാണ്. അതിന് ഈ വിവിധ വാർഡ് മെമ്പർമാരും നാട്ടുകാരും എല്ലാവരും പൂർണ്ണമായ സഹകരണം നൽകുന്നുണ്ട്. തീർച്ചയായും ജനങ്ങളുടെ ഭീതി അകറ്റി അവരുടെ കൃഷിയിടങ്ങൾ അത് നന്നായി പരിപാലിക്കുവാനുള്ള സൗകര്യമൊരുക്കുകയാണ് പഞ്ചായത്തിലൂടെ ലക്ഷ്യം. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാട്ടുപന്നി ആക്രമണത്തിൽ നിന്ന് കർഷകരെയും കാർഷിക വിളകളെയും സംരക്ഷിക്കാൻ പഞ്ചായത്ത് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുക, പഞ്ചായത്തിലെ കർഷകരെ സംരക്ഷിക്കാൻ കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള ആഴ്ചചന്ത ആരംഭിക്കുക, കൃഷിഭവൻ മുഖേനയുള്ള ഫലവൃക്ഷത്തൈ, വിത്ത്, വളം വിതരണത്തിലെ വിവേചനം, ഒത്തുകളി എന്നിവ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘം കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പാറമ്മൽ കുഞ്ഞിപ്പ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റഷീദ് നെന്മിനി, ബാലസുബ്രഹ്മണ്യൻ, ജോമി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് കോമ്പൗണ്ടിലെ വെള്ളം ഒഴുക്കിവിടുന്നത് മൂലമുള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 4 തവണ നോട്ടീസ് നൽകിയിട്ടും പരിഹരിച്ചില്ലെന്ന് കൗൺസിൽ യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ഇതോടെ വീണ്ടും നോട്ടീസ് നൽകാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കോളേജ് കോമ്പൗണ്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കാരണം താഴത്തെ വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് കാണിച്ച് പ്രദേശവാസികൾ പലതവണ പരാതി നൽകിയിരുന്നു. നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മുൻപ് പ്രദേശം സന്ദർശിക്കുകയും പരാതി വസ്തുതയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. വീടുകൾക്ക് ശല്യം ഉണ്ടാകാത്ത വിധം പ്രശ്നം പരിഹരിക്കാൻ കോളേജ് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതുമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം മെയ് 17, ജൂൺ 10, ഒക്ടോബർ 14, നവംബർ 18 തീയതികളിൽ കോളേജിന് നോട്ടീസ് നൽകിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ല. മഴ പെയ്താൽ പ്രദേശത്തുള്ളവരുടെ കിണറുകളിൽ മലിനജലം നിറയുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്യും. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയല്ല ഇപ്പോഴുള്ളതെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണെന്നും CPM കൗൺസിലർമാരായ TR സെബാസ്റ്റ്യൻ, കെ മൻസൂർ എന്നിവർ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്ററുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടുണ്ടാവില്ലെന്നും വീണ്ടും നോട്ടീസ് നൽകണമെന്നും CPM കൗൺസിലർമാർ പറഞ്ഞു. തുടർന്നാണ് ഒരു നോട്ടീസും കൂടി അയക്കാൻ തീരുമാനിച്ചത്. പ്രദേശവാസികൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി, ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. പാലക്കാട് ഏലപ്പുള്ളി മണ്ണുക്കാട് മദ്യ നിർമ്മാണ കമ്പനി വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ. പദ്ധതി നടപ്പാക്കുന്ന സ്ഥലവും മേധ പട്കർ സന്ദർശിച്ചു.
ഏലപ്പള്ളി പഞ്ചായത്തിലെ മണ്ണുക്കാട് പ്രദേശത്ത് വരുന്ന മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ നടന്നുവരുന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ സമരഭൂമി സന്ദർശിച്ച് സമരപ്രവർത്തകരുമായി സംസാരിച്ചത്. തുടർന്ന് മണ്ണുക്കാട് വായനശാലയ്ക്ക് മുന്നിൽ നടന്ന പൊതുയോഗത്തിലും മേധ പട്കർ പങ്കെടുത്തു. പ്ലാച്ചിമടകൾ ആവർത്തിക്കാതിരിക്കാനും ഭൂഗർഭജലം ഊറ്റിയെടുത്ത് കുടിവെള്ള പദ്ധതിയും കുഴൽക്കിണറുകളും വറ്റിപ്പോവാതിരിക്കാനും മണ്ണുക്കാട് പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും തലമുറകളെ ലഹരിയിലേക്ക് ആഴ്ത്തിവിടുന്ന ഇത്തരം പദ്ധതികൾ ഈ നാട്ടിൽ അംഗീകരിക്കാനാവില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതിയും അറിയിച്ചു. ഏറ്റവും നല്ല കർഷകർക്കുള്ള സംസ്ഥാന അവാർഡും കൃഷി ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുള്ള സ്ഥലമാണ് ഏലപ്പള്ളി. ജനരോഷം കണക്കിലെടുക്കാതെ അടിച്ചേൽപ്പിക്കുന്ന ഈ മദ്യനിർമ്മാണ കമ്പനി പ്രവർത്തനം തുടങ്ങിയാൽ കാർഷികാവശ്യത്തിനും കുടിവെള്ള പദ്ധതികൾക്കും വെള്ളം കിട്ടില്ലെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. വി ശിവൻ, കെ സുഭാഷ്, പുതുശ്ശേരി ശ്രീനിവാസൻ, വിളയോടി വേണുഗോപാൽ, അഡ്വക്കേറ്റ് പി എ പൗരൻ തുടങ്ങി വിവിധ നേതാക്കൾ സംസാരിച്ചു. ഒറ്റപ്പാലം NSS കോളേജിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയായ സഹയാത്രികരുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 9 പുസ്തക രചയിതാക്കളുടെയും ആസ്വാദകരുടെയും സംഗമം സംഘടിപ്പിക്കും. കണിയമ്പുറം പിഷാരടി ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10 മുതൽ 4 വരെയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. ഒറ്റപ്പാലം NSS കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന സഹയാത്രികർ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ലിറ്റററി ഫെസ്റ്റ് 2025 എന്ന പേരിൽ എഴുത്തുകാരുടെയും ആസ്വാദകരുടെയും സംഗമം സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 9 തിങ്കളാഴ്ച കണ്ണിയമ്പുറം പിഷാരടി ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യാത്രികരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഈ വരുന്ന 9-ാം തീയതി ഒറ്റപ്പാലം പിഷാരടി ഓഡിറ്റോറിയത്തിൽ വെച്ച് പുസ്തക രചയിതാക്കളുടെയും ആസ്വാദകരുടെയും ഈ സംഗമം നടക്കുന്നത്. ഇത് ഒറ്റപ്പാലം കോളേജിൽ നിന്ന് ജന്മമെടുത്ത ഒരു കൂട്ടായ്മയാണ്. അതിന് നേതൃത്വം അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിക്കുന്ന ഒറ്റപ്പാലം കോളേജിലെ ദീർഘകാലം അധ്യാപകനായിരുന്ന കുട്ടികൾക്ക് പ്രിയപ്പെട്ടവരായിരുന്ന ശ്രീ ഗോവിന്ദൻകുട്ടി കർത്ത സാറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് അത് വിപുലീകരിച്ച് ഒറ്റപ്പാലത്തിൻ്റെ കൂട്ടായ്മയായിട്ട് ഇപ്പോൾ പരിണമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒറ്റപ്പാലം കോളേജിൽ പ്രധാനമായിട്ടും ഒറ്റപ്പാലത്ത് പൊതുവായിട്ടും പുസ്തകങ്ങൾ എഴുതുന്ന ആളുകളെ ഒറ്റപ്പാലത്തുകാരുടെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നതാണ്. മുൻപുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതുമായ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മയായിട്ടാണ് സഹയാത്രികർ എന്നൊരു കൂട്ടായ്മ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി NSS കോളേജിൽ ഉണ്ടായിരുന്ന പുസ്തക രചയിതാക്കൾ, പഠിച്ചുപോയ വിദ്യാർത്ഥികൾ, ഇപ്പോൾ ലിറ്റററി രംഗത്തുള്ളവർ, പുസ്തകം പ്രകാശനം ചെയ്തവർ, നിരവധി എഴുത്തുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കാളികളാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കർത്ത, കെ രാമദാസ്, ശ്രീജ പ്രകാശ്, TP പ്രദീപ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഓൾ കേരള കാറ്റിൽ മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ 20ാം വാർഷിക സമ്മേളനവും സെമിനാറും ഫെബ്രുവരി 9 വൈകിട്ട് 3 മണിക്ക് ഒറ്റപ്പാലത്ത് വെച്ച് നടക്കും. മുൻ MLA M. ഹംസ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കേരള കന്നുകാലി വ്യാപാരി ആൻഡ് മാംസവ്യാപാര ക്ഷേമ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ 20ാം വാർഷിക സമ്മേളനവും സെമിനാറുമാണ് ഫെബ്രുവരി 9 വൈകിട്ട് 3 മണിക്ക് ഈസ്റ്റ് ഒറ്റപ്പാലം മാളിയങ്കൽ ഗാർഡനിൽ വെച്ച് നടക്കുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ കന്നുകാലി വ്യാപാര രംഗം നേരിടുന്ന വെല്ലുവിളികൾ, പ്രതീക്ഷകൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മുൻ MLA ഹംസ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യവസായ രംഗം 10,000ങ്ങൾ ഈ മേഖലയിൽ ജീവിക്കുന്നു. കന്നുകച്ചവട വ്യവസായ രംഗത്ത്, അതുപോലെ തന്നെ ക്ഷീര വ്യവസായ രംഗത്ത്, അനുബന്ധ തൊഴിൽ മേഖലകളിലെ മാംസവ്യാപാര രംഗം, ഇവരെ 2005 അസംഘടിതരായ സമൂഹത്തെ സംഘടിപ്പിച്ച പ്രഥമ സംഘടനയാണ് കേരള കാറ്റിൽ മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ. സംസ്ഥാന 20ാം വാർഷിക പൊതുസമ്മേളനം സെമിനാർ ഈ വരുന്ന 10-ാം തീയതി മാളിയങ്കൽ ഗാർഡനിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ സെമിനാർ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA, മുഖ്യപ്രഭാഷണം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോൺ നിർവഹിക്കുന്നു.
2005 265 2005 രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ കയറ്റം മറിച്ച് അസംഘടിതമായ ഒരു മേഖല അന്യ സംസ്ഥാനങ്ങളെ ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക എന്ന ആഹ്വാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കേരളത്തിൽ നടന്നോളം അന്യ സംസ്ഥാനങ്ങളുമായിട്ടാണ് കേറ്ററിംഗ് മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ കന്നുകാലി കച്ചവടം അനുബന്ധ തൊഴിലാളികളും നടന്നുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളാറായിട്ടും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മേഖലയെ സംരക്ഷിക്കുക എന്ന ദൗത്യമായിട്ടാണ് നമ്മുടെ ഈ സംഘടന രൂപം കൊണ്ടത്. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ യൂസഫ്, സെക്രട്ടറി MK ഉമർ മാസ്റ്റർ, ട്രഷറർ TM ആദം, സെക്രട്ടറി കെ രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK മൻസൂർ അലി, N അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവരും പങ്കെടുത്തു. കരിമ്പുഴയിലെ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ കള്ളൻ പിടിയിലായി. തമിഴ്നാട് സ്വദേശി സൈഫുള്ളയാണ് ദിണ്ടിഗലിൽ നിന്നും പിടിയിലായത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ നവംബർ 4-നാണ് കരിമ്പുഴ അഹല്യ ജ്വല്ലറിയിൽ മോഷണം നടന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് സാധനം വാങ്ങാൻ എന്ന വ്യാജേനെ ജ്വല്ലറിയിൽ എത്തുകയും ജ്വല്ലറി ഉടമ സാധനം എടുക്കുന്നതിനിടയിൽ ഏകദേശം 1.5 പവനോളം വരുന്ന സാധനങ്ങൾ ഉൾപ്പെടുന്ന ഒരു പാത്രം എടുത്ത് കടന്നുകളയുകയാണ് ഉണ്ടായത്. തുടർന്ന് സാധനങ്ങളുടെ സ്റ്റോക്ക് എടുക്കുമ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടതായി അറിഞ്ഞതെന്ന് ഉടമ ബൈജു പറഞ്ഞു. 4/11/2024 4/11 നമ്മളോട് കടയിൽ വന്നിട്ട് ഒരു ഉച്ച നേരത്ത് ഒരു 1:30 മണി 2 മണി ആയിട്ടുണ്ടാവും. എന്നോടൊരു കട്ടില അടിയിൽ വെക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് മൂപ്പര്. അപ്പോൾ ഞാനത് എടുത്തു കൊടുത്തു. പിന്നെ അതിൽ ഒരു സ്വർണം വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വെക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ഒരു പൊട്ടുമാരിയൊക്കെ മതി പറഞ്ഞപ്പോൾ ഞാൻ അത് എൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സൊക്കെ പാടെ ഞാൻ എൻ്റെ മടിക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. പൊട്ട് ഇത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കുമ്പോഴേക്കും മൂപ്പര് കയ്യിലേക്ക് ഇട്ടിട്ട് കൈ ബോക്സിക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് വന്നു, ബോക്സിക്കാണ് വന്നു. അപ്പം ഞാനൊന്ന് മുഖത്തേക്ക് നോക്കിയപ്പോൾ മൂപ്പരൊരു മോറും കൊണ്ട് എന്തൊക്കെ ഒരു അഭ്യാസങ്ങൾ ഇങ്ങനെ കാണിച്ചു, ഓരോരോ കൺകെട്ട് എന്തൊക്കെയാണ് കാണിച്ചു. അപ്പം ഞാൻ ഒന്നുകൂടി മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും ഈ ഡപ്പ എടുത്തിട്ട് കയ്യിലേക്ക് പിടിച്ചെന്ന് തോന്നുന്നു. അവിടെ ഒരു 2 സെക്കൻഡും കൊണ്ട് ഈ ഡപ്പ മൂപ്പര് കയ്യിലേക്ക് പിടിച്ചിട്ടു. പിന്നെ അങ്ങനെ പോവുകയും ചെയ്ത്. പിന്നെ ഈ സാധനം ഇരുന്ന് വാങ്ങിയതുമില്ല. സാധനത്തിന് പൈസ തന്നു, എന്നിട്ട് അങ്ങനെ മൂപ്പരാണ്ട് ഇറങ്ങിപ്പോയി. ഞാൻ പൊട്ടുണ്ടാക്കി വെച്ചപ്പോഴേക്കും സാധനം ആൾ വരുന്നു കരുതി, പക്ഷെ ആൾ പിന്നെ കണ്ടില്ല. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ഇത് നോക്കിയത്, ഈ ഡപ്പ നോക്കിയപ്പോൾ സാധനം വെക്കുമ്പോൾ ഡപ്പ നോക്കിയപ്പോൾ സാധനം കണ്ടില്ല. അപ്പം പിന്നെ ഞാൻ പുറത്തെ ക്യാമറ ഒക്കെ നോക്കിയപ്പോഴാണ് ഇത് പിന്നെ ആളെടുത്ത് പോയി എന്നുള്ളത് സംശയം തോന്നിയത്. അങ്ങനെ വീണ്ടും അതിന് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തു. CCTV പരിശോധനയിൽ മോഷ്ടാവിനെ പറ്റിയുള്ള സൂചന ലഭിക്കുകയും അന്വേഷണത്തിൽ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടുകയുമായിരുന്നു. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയുമായി പോലീസ് ജ്വല്ലറിയിലെത്തി തെളിവെടുപ്പ് നടത്തി. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിലെ AC ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കേടായതുമൂലം രോഗികളുടെ ദുരവസ്ഥ കൗൺസിലിൽ ഉന്നയിച്ച് കൗൺസിലർ അരുൺകുമാർ പാലക്കുറിശി. സംഭവം പുറത്തുവന്നതോടെ സഹായവുമായി മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ. ഡയാലിസിസ് യൂണിറ്റിലെ 3 AC-കൾ പ്രവർത്തിക്കുന്നില്ല. 2 AC-കൾക്ക് തണുപ്പില്ല. ഡയാലിസിസ് യൂണിറ്റിലേക്ക് വരുന്ന വെള്ളത്തിന് ചോർച്ചയുണ്ട്. ജനറേറ്റർ കേടാണ്. 3 TV-കളും പ്രവർത്തിക്കുന്നില്ല. തുടങ്ങിയ കാര്യങ്ങളാണ് അരുൺകുമാർ കൗൺസിലിൽ ഉന്നയിച്ചത്. ഇത് കാരണം രോഗികളും ജീവനക്കാരും കൂട്ടിരിപ്പുകാരും വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നതെന്നും കൗൺസിലർ പറഞ്ഞു. ഫാന് ഇതുവരെ നേരെക്കിട്ടില്ല. ചെയർമാൻ വിളിച്ചു പറഞ്ഞിട്ടും അവർ ചെയ്തിട്ടില്ല. ചെയർമാൻ വിളിച്ചു പറഞ്ഞു ഈ രോഗികൾ വരുന്ന ആൾക്കാരൊക്കെ കുന്ന് കയറി പോകണം, അവരൊന്ന് പിടിച്ച് സഹായിക്കാൻ 2 ആളുകളെ നിർത്തണം എന്ന് പറഞ്ഞു. അവർ നിർത്തിയിട്ടില്ല. ഞാനിപ്പോൾ ഇന്നലെ അത് മുഴുവൻ നോക്കി. അതുപോലെ തന്നെ അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ജനറേറ്റർ വർക്കിംഗ് അല്ല. രോഗികൾ ചോദിക്കുകയാണ് എന്താണ് പിന്നെ കറണ്ട് ഇല്ലാത്ത വെച്ചേക്കുമ്പോൾ ജനറേറ്റർ കംപ്ലൈൻ്റ് ആണെന്നുള്ള പരാതിയാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. PROനെ വിളിക്കുമ്പോൾ PRO പറയുന്നത് പിന്നെ ഞാൻ വിളിച്ചിട്ട് ബന്ധപ്പെട്ട ആളുകൾ വരുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കൊടുത്ത സ്റ്റാഫുകളെ അവർ താഴേക്ക് വലിക്കുകയാണ്. നമ്മൾ 12 സ്റ്റാഫുകളെ കൊടുക്കുന്നു, അവരെ താഴേക്ക് വലിക്കുക. പിന്നെ അവർ പറഞ്ഞൊരു പരാതി, ഡയാലിസിസിന് അവിടെ ഒരു ഡോക്ടറും വന്ന് പരിശോധിക്കുന്ന പോലും ഒന്ന് നോക്കാൻ വരുന്ന പോലും ഇല്ല. ഒരു ഫാന് പൊട്ടിയിട്ട് വീണിട്ട് ഒരു രോഗിയുടെ തലയ്ക്ക് വീഴാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ഇവർ വലിയ വിഷമത്തിൽ ഇവർ പറഞ്ഞ എന്താ പറയുക, AC ഇല്ലാതിരുന്നാൽ ഇവർക്കിത് വലിയ പ്രശ്നമാണ്. ഇതേ തുടർന്ന് നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ആശുപത്രിയിലെത്തി ദുരവസ്ഥ ബോധ്യപ്പെട്ടു. കേടായ AC-കളിൽ നന്നാക്കാൻ കഴിയുന്നവ നന്നാക്കാനും മറ്റുള്ളവ മാറ്റിസ്ഥാപിക്കാനും തീരുമാനമായി. രോഗികളെ യൂണിറ്റിലേക്ക് വീൽചെയറിൽ ഇരുത്തി കയറ്റാൻ റാമ്പിന്റെ സമീപം 2 പേരെ സ്ഥിരമായി നിയോഗിക്കുമെന്ന് അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ അറിയിച്ചു. നഗരസഭാ അധ്യക്ഷൻ മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടിയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് 2 പുതിയ TV-കളും വാൾ ഫാനുകളും കസേരകളും നൽകി.
റിസപ്ഷനിലെ കേടായ ടിവിക്ക് പകരം പുതിയത് വാങ്ങി നൽകാൻ MFA ഭാരവാഹി KP അക്ബർ സന്നദ്ധത അറിയിച്ചു. നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ, സ്ഥിരം സമിതി അധ്യക്ഷരായ K ബാലകൃഷ്ണൻ, ഹംസ ഗുരുവണ്ണ, ഷി ഷഫീഖ് റഹ്മാൻ, അരുൺകുമാർ പാലകുർശി, EK യൂസഫ് ഹാജി, നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി മാമു, ഫിറോസ് ബാബു, M സലീം, മുഹമ്മദ് അലി ഫിഫ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങിയത്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ശ്രീകൃഷ്ണപുരം പെരുമാങ്കോട് മണിയാണി മഹാകാളിയമ്മ ക്ഷേത്രത്തിൽ ഉച്ചാറൽ വേല മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പെരുമനം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. ഫെബ്രുവരി 12 ബുധനാഴ്ചയാണ് ഉച്ചാറൽ വേല. കൊടിയേറ്റം മുതൽ എല്ലാ ദിവസവും ഗണപതി ഹോമം, ഭഗവത് സേവ, ചുറ്റിവിളക്ക് എന്നിവ ഉണ്ടായിരിക്കും. ഫെബ്രുവരി 8 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ശ്രീകൃഷ്ണപുരം വ്യാസ വിദ്യാനികേതനിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവതരിപ്പിക്കുന്ന യോഗ പ്രദർശനവും വിവിധ പരിപാടികളും നടക്കും. ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും അരങ്ങേറും. ഉച്ചാറൽ വേല ദിവസം രാവിലെ 8 മണിക്ക് പൂമൂടൽ, 10 K സജീന്ദ്രന്റെ ഭക്തിപ്രഭാഷണം, 11:30 പ്രസാദ ഊട്ട്, വൈകുന്നേരം 5 മണിക്ക് മംഗലാംകുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും മേളത്തോടുകൂടി താലം എഴുന്നള്ളത്ത്, രാത്രി 8 മണിക്ക് ഡോക്ടർ കല്ലുവഴി മുരളി നമ്പീശൻ അവതരിപ്പിക്കുന്ന തായമ്പക എന്നിവയുമുണ്ടാകും. വാണിയംകുളം പുലാച്ചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ദിനവും തൈപ്പൂയ മഹോത്സവവും തുടങ്ങി. ഫെബ്രുവരി 11 വരെയാണ് പരിപാടികൾ. ഇതിന്റെ ഭാഗമായി കൊടിയേറ്റം നടന്നു. പുനഃപ്രതിഷ്ഠാ ദിനവും തൈപ്പൂയ മഹോത്സവമാണ് 6 ദിവസങ്ങളായി ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 6 മുതൽ 11 വരെയുള്ള ആഘോഷ പരിപാടികൾക്ക് കൊടിയേറ്റത്തോടെ തുടക്കമായി. വിശേഷാൽ പൂജകളും കലാപരിപാടികളും 6 ദിവസങ്ങളായി അരങ്ങേറും. ഫെബ്രുവരി 10 തിങ്കളാഴ്ച പ്രതിഷ്ഠാ ദിനം നടക്കും. 11 തൈപ്പൂയ മഹോത്സവം വിപുലമായി ആഘോഷിക്കും. ഇനി വാണിജ്യ വാർത്തകൾ. സോളാർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ബ്രൈറ്റ് സോളാർ പവർ സൊല്യൂഷന്റെ 2ാമത്തെ ഷോറൂം വെട്ടത്തൂർ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. OMS ജാബിർ തങ്ങൾ നുജൂമി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കി ആ തുക കൂടി വെട്ടത്തൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് നൽകി. ഭയപ്പെടുത്തുന്ന കറണ്ട് ബില്ലിനോട് ബൈ പറഞ്ഞ് സോളാർ സ്ഥാപിക്കാനും അതുവഴി വരുമാനം കണ്ടെത്താനും അവസരമൊരുക്കിയാണ് വെട്ടത്തൂർ സെന്ററിൽ ബ്രൈറ്റ് സോളാർ പവർ സൊല്യൂഷൻ പ്രവർത്തനം ആരംഭിച്ചത്. OMS ജാബിർ തങ്ങൾ നുജൂമി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഏത് സമയം അവരെ ബന്ധപ്പെട്ടാലും ഉടനടി അതിന് പരിഹാരവും നമ്മൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വട്ടത്തൂർ ഈ ഒരു പ്രദേശത്ത്, ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ എല്ലാവർക്കും ഇത് നല്ലൊരു ഉപകാരമാവും എന്നതിലൊരു സംശയമല്ല. ഒരുപാട് പുതിയ സംവിധാനങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ പ്യൂരിഫയറും അതുപോലെ തന്നെ സോളാർ പാനലിൻ്റെ ഒരു പുതിയ ലേറ്റസ്റ്റ് സംവിധാനങ്ങളോടുകൂടെയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള ഒരുപാട് മഹത്തുക്കൾ ഇവിടെ ഇന്നത്തെ ദിവസം പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് എടുത്തു പറയേണ്ടത്, കട വരുമ്പോൾ സാധാരണ നമ്മളൊരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ നല്ല അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും, ബലൂണായിട്ടും മറ്റുള്ള അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നതൊന്നുമില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഇന്നത്തെ അലങ്കാരത്തിൻ്റെ ചെലവും മറ്റുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പാലിയേറ്റീവ്ക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു മാതൃകയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കി ആ തുക കൂടി വെട്ടത്തൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഹംസകുട്ടി കൈമാറി. ആദ്യ വിൽപ്പനയും OMS ജാബിർ തങ്ങൾ നുജൂമി നിർവഹിച്ചു. ഒറ്റത്തവണ ഇൻവെസ്റ്റ്മെന്റിൽ 25 വർഷം മുതൽ 30 വർഷം വരെ വാറന്റിയോടുകൂടിയ സോളാർ പ്ലാന്റുകൾ ബ്രൈറ്റ് സോളാർ പവർ സൊല്യൂഷൻ സ്ഥാപിച്ചു നൽകുന്നു. ഇതുവഴി കറണ്ട് ബില്ലിനോട് എന്നേക്കുമായി വിട പറയാമെന്ന് മാത്രമല്ല, പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിൽപ്പന നടത്തി വലിയൊരു വരുമാനം നേടാനും കഴിയും.
78,000 രൂപയുടെ സബ്സിഡിയും ഒപ്പം EMI സൗകര്യവും സ്ഥാപനം നൽകുന്നു. 7 ദിവസവും 24 മണിക്കൂറും ഇവരുടെ സർവീസ് നേരിട്ട് ലഭ്യമാകും. പ്രൊഡക്റ്റിലും സേവനത്തിലും നിരവധി ഹാപ്പി കസ്റ്റമേഴ്സാണ് സ്ഥാപനത്തിനുള്ളത്. ബ്രൈറ്റ് സോളാർ മോമാരിയുടെ കയ്യിൽ നിന്നാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് അതിൽ സംതൃപ്തനാണ് ഞാൻ. എൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് എനിക്കും 3 കിലോ വാട്ട്സാണ് ഞാൻ വെച്ചത്. അത് 12 വരുമെന്നാണ് ഗ്യാരണ്ടി പറഞ്ഞിരുന്നത്. അതെനിക്ക് 16ഉം 17ഉം കിട്ടിയതായിട്ടുണ്ട്. അപ്പോൾ സർവീസിലും തന്നെ നമ്പർ 1 ആണ്. ഞാനതിൽ സംതൃപ്തനാണ്. സോളാർ ഹൈബ്രിഡ് സിസ്റ്റം, സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്നിവയും ഓരോരുത്തരുടെയും ബജറ്റിനനുസൃതമായി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. കേരളത്തിലെവിടെയും സോളാർ സർവീസും സ്ഥാപനം ചെയ്തു നൽകും. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളും മറ്റു വാഹനങ്ങൾക്കാവശ്യമായ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ ബാറ്ററികളും സ്ഥാപനത്തിലുണ്ട്. കൂടാതെ എല്ലാത്തരം ഇൻവെർട്ടറുകളും ലഭ്യമാണ്. ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാത്തരം വാട്ടർ പ്യൂരിഫയറുകളും ഇവിടെ നിന്നും ലഭ്യമാകും. കൂടാതെ ഇവയുടെ സർവീസും സ്ഥാപനം ചെയ്തു നൽകുന്നുണ്ട്. ആയുഷ്കാലം സൗജന്യമായി ചൂടുവെള്ളം ലഭിക്കുന്ന സോളാർ വാട്ടർ ഹീറ്ററും ബ്രൈറ്റ് സോളാർ പവർ സൊല്യൂഷനിൽ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഹീറ്റർ ആയതിനാൽ ഇതിന് ദീർഘായുസ് ഉറപ്പു നൽകുന്നു. കൂടാതെ ഇവയ്ക്ക് മെയിൻ്റെനൻസും വളരെ കുറവാണ്. 100, 150, 200 തുടങ്ങിയ അളവുകളിൽ ഹീറ്റർ ലഭ്യമാണ്. വെട്ടത്തൂരിലെ ആദ്യത്തെ കംപ്ലീറ്റ് സോളാർ സൊല്യൂഷനാണ് ബ്രൈറ്റ് സോളാർ പവർ സൊല്യൂഷൻ. മേലാറ്റൂർ മഞ്ചേരി റോഡിൽ പ്രവർത്തിക്കുന്ന ബ്രൈറ്റ് സോളാർ പവർ സൊല്യൂഷൻ സഹോദര സ്ഥാപനമാണ്. ശ്രീകൃഷ്ണപുരത്ത് സാമ്പത്തിക സേവന രംഗത്ത് 28 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സുരഭി ഗ്രൂപ്പിന്റെ സംരംഭമായ മഹാലക്ഷ്മി ഫിനാൻസിന്റെ 3ാമത് ബ്രാഞ്ച് അമ്പലപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിജയലക്ഷ്മി ടീച്ചർ സംരംഭം ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ പാലച്ചുവട് ആസ്പയർ ആർക്കേഡിലാണ് മഹാലക്ഷ്മി ഫിനാൻസ് പ്രവർത്തനം ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാവിലെ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിജയലക്ഷ്മി ടീച്ചർ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്ത് ശ്രീകൃഷ്ണപുരത്ത് സാമ്പത്തിക സേവന രംഗത്ത് 25 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സുരഭി ഗ്രൂപ്പിൻ്റെ മഹാലക്ഷ്മി ഫിനാൻസിൻ്റെ 3ാമത് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് മേൽക്കുമേൽ നല്ല നിലയിൽ നമ്മുടെ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകത്തക്ക വിധത്തിൽ പ്രവർത്തിച്ച് വളർന്നു വരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നു. വാർഡ് മെമ്പർ വിനീത, മഹാലക്ഷ്മി അമ്പലപ്പാറ ബ്രാഞ്ച് മാനേജർ അനിൽകുമാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, നാട്ടുകാർ, സുരഭി ഗ്രൂപ്പ് സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു. അമ്പലപ്പാറ പഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സുരഭി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ രാജു പൂളക്കിൽ, സുബ്രഹ്മണ്യൻ മഠത്തിൽ എന്നിവർ ചേർന്ന് നൽകിയ ധനസഹായം ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപക് കേടിയും പാലിയേറ്റീവ് പ്രതിനിധികളും ഏറ്റുവാങ്ങി. കുറഞ്ഞ പലിശയിൽ ചെറുകിട കച്ചവടക്കാർക്ക് വായ്പ, ഗ്രാമിന് 6000 രൂപ വരെ സ്വർണ്ണപ്പണയ വായ്പ, വ്യക്തിഗത വായ്പകൾ, ലോണുകൾക്ക്
ദിവസ അടവ് എന്നിവ സ്ഥാപനത്തിന്റെ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. മഹാലക്ഷ്മി ഫിനാൻസ് സൊസൈറ്റിപ്പടി ശ്രീകൃഷ്ണപുരം, മഹാലക്ഷ്മി ഫിനാൻസ് വൃന്ദാവൻ കോംപ്ലക്സ് കടമ്പഴിപ്പുറം, സുരഭി ചിറ്റ് ഫണ്ട് സൊസൈറ്റിപ്പടി ശ്രീകൃഷ്ണപുരം, സുരഭി കൺവെൻഷൻ ഹാൾ മംഗലാംകുന്ന്, സ്വദേശ് നിധി ലിമിറ്റഡ് മണ്ണമ്പറ്റ റോഡ് ശ്രീകൃഷ്ണപുരം എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CSR ഫണ്ട് തട്ടിപ്പ് കേസ് ആരോപണ വിധേയനായ നജീബ് കാന്തപുരം MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് DYFI മാർച്ച്. പദ്ധതികളുമായി ബന്ധപ്പെട്ട കണക്കുകൾ MLA പുറത്തുവിടണമെന്ന ഡോക്ടർ പി സരീൻ. മാർച്ചിനിടെ MLAയുടെ വസതിയിലെ ചുവരിൽ കരി ഓയിൽ ഒഴിച്ചു. നജീബ് കാന്തപുരം MLAക്ക് പിന്തുണയുമായി UDF നേതാക്കൾ. MLAയെ ഒറ്റപ്പെടുത്താനും വേട്ടയാടാനും അനുവദിക്കില്ല. വസതിയിൽ കരി ഓയിൽ ഒഴിച്ച സംഭവത്തിൽ UDF നേതാക്കൾ പ്രതിഷേധിച്ചു. അവിഹിതമായി ഒന്നും MLA നേടിയിട്ടില്ലെന്ന് നേതാക്കൾ. സംസ്ഥാന ബജറ്റ് ഷൊർണൂർ മണ്ഡലത്തിന് 67 കോടി രൂപയുടെ പദ്ധതികൾ. കാളിക്കടവ് പാലം നിർമ്മിക്കുന്നതിന് 25 കോടി, നെല്ലായിൽ മിനി സിവിൽ സ്റ്റേഷനും. ഒറ്റപ്പാലം മണ്ഡലത്തിന് 11 കോടിയുടെ പദ്ധതികൾ. മുനിസിപ്പൽ ടൗൺ നവീകരണത്തിന് 2 കോടി. ബജറ്റിൽ പട്ടാമ്പി മണ്ഡലത്തിൽ 20 പദ്ധതികൾക്ക് അംഗീകാരം. 8 പദ്ധതികൾക്ക് 11 കോടി അനുവദിച്ചു. ഉടൻകാവ് ടൗൺ നവീകരണത്തിന് 1 കോടി. മണ്ണാർക്കാട് മണ്ഡലത്തിൽ കണ്ണംകുണ്ട് പാലത്തിന് 3 കോടി. കാട്ടുപന്നി ശല്യം. കോട്ടപ്പാടം പഞ്ചായത്തിൽ 38 പന്നികളെ വെടിവെച്ചു കൊന്നു. തിരുവിഴാംകുന്ന് ഫാം വളപ്പിലും വേട്ട നടത്തുമെന്ന് പഞ്ചായത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.